നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വിഭവം. എരിശ്ശേരി എല്ലാവരും ഉണ്ടാക്കും, അവിയലൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതൊരു വറുത്തിട്ട കൂട്ടെരിശ്ശേരി. അതായത് രണ്ട് തരം പയർ ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് ഒരു പിടി ചെറുപയർ കുതിർത്ത് വെച്ചിട്ട്, ഒരു പിടി വൻപയറും പ്രത്യേകം കുതിർത്ത്, പിന്നെ കുറച്ച് ചേന കഷ്ണങ്ങൾ, കുറച്ച് പച്ച ഏത്തയ്ക്ക കഷ്ണമാണ് വേണ്ടത്. എനിക്ക് പേങ്കായം കിട്ടിയുള്ളൂ, അതുകൊണ്ട് അതാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മത്തങ്ങ, ഇത്രയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുതിർത്ത വൻപയർ അരിച്ചു കഴുകി അതിലോട്ട് നമ്മൾ ചേന വേവാൻ പ്രയാസമുള്ളതുകൊണ്ട് അതും കൂടി ഇട്ട് കുക്കറിൽ 2 വിസിൽ കേൾക്കും. അത് ഓഫ് ചെയ്ത് പ്രഷർ താന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ചെറുപയർ വറുത്ത് അരിച്ചു വെച്ചതിന് നമ്മൾ അതും ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ മറ്റേ പേങ്ക കഷ്ണങ്ങളും, ശരിക്കും പച്ചയത്തേക്ക കഷ്ണമാണ് വേണ്ടത്, അതാണ് നല്ല സ്വാദും. അത് കായും ഇട്ട് കുറച്ച് മത്തങ്ങ അരിഞ്ഞത് അതും ഇട്ട് പിന്നെ നമ്മൾ പിന്നെയും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 2 or 3 വിസിലും കൂടെ ചേർത്ത് അത് മൊത്തത്തിലൊരു 4 തൊട്ട് 5 വിസിലാവും. ചെറുപയർ വൻപയറി മലക്കറി എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങനെ അതിനുശേഷം വാങ്ങി വയ്ക്കുക. പിന്നെ തേങ്ങയിൽ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വെച്ച് അധികം അരയ്ക്കാതെ ഒരു മീഡിയം അരപ്പിൽ അരച്ച് അത് ഈ വെന്ത മലക്കറിയിലോട്ടിട്ടിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ. വെളിച്ചെണ്ണയാണ് പൊതുവേ നമ്മുടെ നാടൻ വിഭവങ്ങൾക്ക് നല്ലത്. അതിലോട്ട് കുറച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ കുറച്ച് ഇടാം. ഒരു വലിയ ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പിട്ട് അത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ പച്ചമുളക് പിച്ചിയിട്ട് അതും ഒന്ന് നോക്കുമ്പോൾ അതിലോട്ട് തേങ്ങ എത്ര വേണമെങ്കിലും നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. 1 ടേബിൾ സ്പൂണോ കൂടുതലോ ഇട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിനെ മൂപ്പിച്ചിട്ട് അതും ഈ നമ്മൾ ഈ കുക്കറിലിരിക്കുന്ന വെന്ത ഇതിലോട്ട് ഈ അരപ്പിൻ്റെ കൂടെ ഇതും ചേർത്ത് കറിവേപ്പിലയും ഇടണം. ഈ കടുക് എടുക്കണം, അതും കൂടി ഇട്ട് ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ച് അടച്ചു വെച്ച് തിളപ്പിച്ച് ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ഒന്ന് കുറുകുമ്പോൾ വാങ്ങുക. ഇത് ഇലയിൽ വിളമ്പത്തക്ക രീതിയിൽ നമുക്ക് കുറച്ച് സെമി കട്ടിക്കെടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പം കഞ്ഞിക്കൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനായിട്ട് ഈ വറുത്തിട്ട കൂട്ടെരിശ്ശേരി ഉപയോഗിക്കാം, അല്ലാതെ കഴിക്കാം. പിന്നെ ഡയറ്റ് കൺട്രോൾ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു നേരം ഇത് വയറ് നിറയാനും ഗുണമുള്ള സാധനമാണല്ലോ, അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു മീൻ പൊരിച്ചത് വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം, മുട്ട പൊരിച്ചത്, ഇല്ലെങ്കിൽ ഇത് മാത്രം മതി. അപ്പോൾ ഇത് നല്ലൊരു വിഭവമാണ്, നല്ല ആരോഗ്യപ്രദവുമാണ്, രുചികരവുമാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഇതിൻ്റെ മീതെ വെറുതെ ഇട്ട് വയ്ക്കാറുണ്ട്. ഇതേനെയും ഉഴുന്ന് പരിപ്പൊക്കെ വറുത്തിട്ട് മീതെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെയാണ് വയ്ക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് വറുത്ത തേങ്ങയും ഉഴുന്ന് പരിപ്പ് വറുത്തതും കടുകും എല്ലാം കൂടി ഇട്ട് ഈ വെന്ത മലക്കറി അരപ്പോട് കൂടി ചേർത്ത് ഉപ്പും ഇട്ട് നല്ല ഇളക്കി അടച്ചു വെച്ച് നല്ല തിളപ്പിച്ച് വാങ്ങുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഓണത്തിന് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നിത്യവും നമ്മുടെ വീട്ടിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നല്ല രുചികരമായിട്ടുള്ള ഇതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോസ്. ബൈ, സ്റ്റേ സേഫ്. നമ്മുടെ ഓണസദ്യക്ക് ഒരു വിഭവമായിട്ട് വിളമ്പാവുന്നതാണ്. പിന്നെ നമ്മളെപ്പോഴും എരിശ്ശേരി സാധാരണ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഓണത്തിന്. പിന്നെ വീട്ടിലും കഴിക്കാവുന്നതേ ഉള്ളൂ. ചോറിന് വളരെ രുചികരവും പൗഷ്ടികതയും ഉള്ളതാണല്ലോ. അപ്പോൾ അത് ഒന്ന് പരീക്ഷിക്കാം. പിന്നെ ഇലയിൽ വിളമ്പുകയാണെങ്കിൽ ഒരുപാട് ലൂസാക്കരുത്, ഒരുവിധം കട്ടിയിലുണ്ടാക്കണം. പിന്നെ പ്ലേറ്റിലാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ചിലർ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കും, ഞാൻ കുറച്ചൊരു ഇടത്തരം ഇതായിട്ടാണ്, ഒരു മീഡിയം തിക്നെസ്സിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത് ഇരുന്ന് കട്ടി പിടിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. കൂട്ടെരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ വളരെ നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇത് വൻപയർ, ഞാൻ ഒരു പിടി വൻപയർ, ഒരു പിടി ചെറുപയർ, ഒരു ചെറിയ കഷ്ണം ചേന, ഒരു ചെറിയ പേങ്ക അല്ലെങ്കിൽ മൊന്തങ്ക, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഈ 3 ഇതും കൂടെ ചേർത്താണ് കൂട്ടെരിശ്ശേരി ഉണ്ടാക്കുന്നത്. പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ, ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിലും പല അമ്പലങ്ങളിലും ഇങ്ങനെ പോയപ്പോൾ ഒരിക്കൽ അവിടെ കഞ്ഞിയുടെ കൂടെ ഇങ്ങനെ എല്ലാം ചേർത്തുള്ള എരിശ്ശേരി തന്നു. വളരെ രുചിയായിരുന്നു. അതിൽ കപ്പയും ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കാച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഇത് വളരെ രുചിയാണ്, നല്ല ഗുണവുമാണ് ശരീരത്തിന്. വൻപയർ ഒരു പിടി വൻപയറും ഒരു പിടി ചെറുപയറും, ചെറിയ കഷ്ണം മത്തങ്ങയും, ഒരു ചെറിയ പേങ്ക അല്ലെങ്കിൽ മൊന്തങ്ക, ഒരു ചെറിയ കഷ്ണം ചേന. ശരിക്കും ഈ മൊന്തങ്ക അല്ലെങ്കിൽ പേങ്കായേക്കാളും നമ്മുടെ നാടൻ പച്ചയത്തേക്കാണ് രുചിയും ഗുണവും. പക്ഷേ ഇവിടെ അത് കിട്ടാനില്ല. മുണ്ടങ്കായെ പേങ്ക മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ
പച്ചയത്തക്ക വളരെ സ്വാദാണ്. പക്ഷേ എന്ത് ചെയ്യാൻ ഇവിടെ കിട്ടാൻ നിർത്തിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ആദ്യം വൻപയറിന് നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ അതിന് ഒരു 4 വിസിലെങ്കിലും വേണം. അപ്പോൾ കുക്കറിൽ വൻപയർ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ചേനയും കൂടിയിട്ട് 2 വിസിൽ കേൾപ്പിച്ചിട്ട് അത് ഓഫ് ചെയ്ത് പ്രഷർ താഴുമ്പോൾ ഞാൻ അതിലോട്ട് ചെറുപയർ ഇട്ട് കൊടുക്കും. ചെറുപയറും കൂടെ ചേർത്തതിന് ശേഷം അതിലോട്ട് മത്തങ്ങയും കായും കൂടെ ഇട്ട് 2 വിസിലും കൂടെ കേൾപ്പിക്കുമ്പോൾ 4 വിസിലാകുമ്പോൾ അപ്പോഴത്തേക്ക് വെന്ത് വരും. പിന്നെ ബാക്കി നമുക്ക് അതിന് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരയ്ക്കുന്നതും കടുവറുക്കുന്നതൊക്കെ കാണാം. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പിടി വൻപയർ കുതിർത്തതാണ്. ഇത് ഞാൻ ഒരു 3-4 മണിക്കൂർ കൂടുതൽ കുതിർത്തപ്പോഴാണ് വൻപയർ ഇത്രയും വേർത്ത് കുതിർന്ന് കിട്ടിയത്. ആ വൻപയർ ഈ ചെറിയ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചേന കഷ്ണങ്ങൾ ഒരു ചെറിയ കഷ്ണം അരിഞ്ഞ് വെച്ചത് ആ വൻപയറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് വേവിക്കാൻ. ഇനി ഇത് ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യും. വൻപയറും ചേനയും കൂടെ ഇട്ടത് 2 വിസിൽ കേട്ടു. ഇനി അടുത്തത് ചെറുപയർ ഒരു പിടി കുതിർത്തത് ഇരുന്നത് കഴുകി അരിച്ചത് അതിട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് ഒരു ചെറിയ പേങ്ക അല്ലെങ്കിൽ പേങ്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. വൻപയർ ഒരിക്കൽ പറഞ്ഞ പോലെ ഒരു പിടി വൻപയർ കുതിർത്തിന് ഞാൻ ചേന കഷ്ണങ്ങളുമായിട്ട് 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചു. അടുത്തത് ഒരു പിടി ചെറുപയറും കൂടെ കുതിർത്തതിനെ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു തേങ്ങയും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് കാണാം. വെന്തിട്ട് നമുക്ക് കാണാം ഇതിൽ ചേർക്കുന്ന കൂട്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും ഒരു പിടി തേങ്ങയും ഒരു 6-7 വലിയ വെളുത്തുള്ളി അത് 2ആയിട്ട് അരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നത്. അതും ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും ഇത്രയും കൂടെ അരയ്ക്കുകയാണ്. ഒരു തരിതരിപ്പായിട്ട് അരയ്ക്കും, ഒരുപാട് മയത്തിന് അരയ്ക്കില്ല. അതത്ര അരച്ചിട്ട് നമ്മൾ വേവിച്ച അതായത് വൻപയറും ചേനയും കൂടെ ഇട്ട് നമ്മൾ 2 വിസിൽ കുതിർത്ത വൻപയറും ചേനയും കൂടെ ഇട്ട് അത് വേവിച്ച് 2 വിസിൽ കേട്ടതിന് അതിലോട്ട് കുതിർത്ത ചെറുപയർ അതിലോട്ട് ചേർത്ത് അതിൻ്റെ കൂടെ നമ്മുടെ മൊന്തങ്കായും അല്ലെങ്കിൽ പേങ്ക എന്ന് പറയുന്നത് മത്തങ്ങയും ചേർത്ത് മത്തങ്ങയും ചേർത്ത് അതും ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ കേട്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകവും 5-6 വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചിട്ട് ആ ഇതിലോട്ട് നമ്മൾ ഇടുകയാണ്. പിന്നെ ഇത് ഇത്രയും ഇടിക്കുന്ന ഉഴുന്നുപരിപ്പ്, ഒരു 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ. ഇത് നമ്മൾ കടുക് പൊട്ടിച്ച് ഉഴുന്നുപരിപ്പ് വറുത്ത് അതിലോട്ട് തേങ്ങ ഇട്ട് വറുത്ത് ഗോൾഡൻ കളറാകുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇട്ട് തിളപ്പിക്കുകയാണ് പതിവ്. പലരും നല്ലൊരു ശതമാനം പേരും ഈ വറുത്തരിശ്ശേരി അല്ലെങ്കിൽ അതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇത് വറുത്തിട്ട് കടുക് പൊട്ടിച്ച് ഉഴുന്നുപരിപ്പ് മൂത്ത് വറ്റൽമുളകും മൂത്തതിന് ശേഷം തേങ്ങ ഗോൾഡൻ കളർ വറുത്ത് കറിവേപ്പിലയിട്ട് അതിനെ ഈ നമ്മൾ കൂട്ടും എല്ലാം ഇട്ട് വച്ചിരിക്കുന്ന ആ കുക്കറിനകത്തോട്ട് തട്ടി തിളപ്പിച്ചെടുക്കും. അപ്പോൾ നല്ല സ്വാദായിട്ടാണ് വരുന്നത്. അതിന് കൂടുതൽ സ്വാദ് കിട്ടുന്നതായിട്ട് കാണാറുണ്ട് നമ്മൾ വെറുതെ കടുവറുത്ത് മീതെ ഇടുന്നതിനേക്കാളും. ഇത് എൻ്റെ രീതിയിലുള്ളതാണ്. പൊതുവേ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന എരിശ്ശേരി എല്ലാവരും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. അങ്ങനെ നമുക്ക് കൂട്ടെരിശ്ശേരി അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം കടുക് ഇട്ടു, പിന്നെ കുറച്ച് അതിനോട്ട് ഉഴുന്നുപരിപ്പിട്ടു, ഒരു 3-4 വറ്റൽമുളക് ചെറുതായിട്ട് പിച്ചിയിട്ടിട്ടുണ്ട്. കടുക് വറുക്കാനുള്ളതാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതൊരു സ്വർണ്ണ കളറാകും. ഇത് ഗോൾഡൻ കളറാകും, നല്ല മണം വരണം.
തേങ്ങ മൂക്കുന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് സാധാരണ പലരും അതിനെ ഇതുപോലെ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇതിനെ ചിലർ ഉടച്ചേറി എന്ന് പറയും, തിരുവനന്തപുരംകാർ എരിശ്ശേരി എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ കൂട്ടെരിശ്ശേരി എന്ന് പറയും, കാരണം ഇതിൽ 2-3 ഐറ്റംസ് ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട്. അൻപയർ, ചെറുപയറുണ്ട്, ചേനയുണ്ട്, കായുണ്ട്, മത്തങ്ങയുണ്ട്, അതുകൊണ്ട് കൂട്ടെരിശ്ശേരി. ഇതിനെ വറുത്ത് ഗോൾഡൻ കളറിൽ വറുത്തിട്ട് ഞാനിപ്പോൾ അരച്ച കൂട്ടിന് എൻ്റെ പയർ, ചേനയും മത്തങ്ങ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ തിളപ്പിച്ചാണ് എടുക്കുന്നത്, ഉപ്പും ചേർത്ത്. സാധാരണ പലരും കടുവർക്ക് മീതെ ഇടാറേ ഉള്ളൂ, ഇതങ്ങനെയല്ല ചെയ്യുന്നത്. ഉഴുന്നുപരിപ്പ് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷമാണ് വറ്റൽമുളക് ഇട്ട് തേങ്ങയെ ഒന്ന് മൂപ്പിച്ച്. എല്ലാവർക്കും അറിയാമെങ്കിലും അങ്ങനെ ചെയ്യണം, ആദ്യമായിട്ട് ചെയ്യുന്നവർ. കുറേ പേര് ഇതിന് വറുത്തെരിശ്ശേരി എന്ന് പറയാറുണ്ട്, കുറേ പേര് ഇതിന് എരിശ്ശേരി എന്ന് പറയാറുണ്ട്, ചിലർ കൂട്ടെരിശ്ശേരി, ചിലർ പുഴുക്ക് എന്ന് പറയുന്നവരുണ്ട്, പിന്നെ ഉടച്ചേറി എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം കൂട്ട് വറുത്തെരിശ്ശേരി. കാരണം ഞങ്ങളുടെ വീട്ടിൽ എരിശ്ശേരി എന്നാണ് പറയുന്നത്, ഉടച്ചേറി എന്ന് പറയാറില്ല. അതുകൊണ്ട് ഞാനും അതാണ് ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ വറുത്തെരിശ്ശേരി അങ്ങനെ അതിൽ ചേർക്കാനുള്ള ഐറ്റംസ് വറുത്ത് ഞാനിപ്പോൾ അതിലോട്ട് ചേർക്കാൻ പോവുകയാണ്. ചേർത്ത് അരച്ച കൂട്ടും ചേർത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഉപ്പും ചേർത്ത് തിളപ്പിക്കും. അപ്പോൾ എനിക്കിത് എൻ്റെ അനുഭവത്തിൽ ഇതിൻ്റെ സ്വാദ് ഇറങ്ങുന്നതായിട്ട് നന്നായിട്ട് ഇറങ്ങും. ഈ വറുത്ത സാധനങ്ങളുടെ തേങ്ങയുടെയും ഉഴുന്നുപരിപ്പിൻ്റെയും വറ്റൽമുളകിൻ്റെയും ഒക്കെ സ്വാദ് അതിലോട്ട് ഇറങ്ങും, നമ്മുടെ പയർ വേവിച്ചെല്ലും അതിലൊക്കെ. അപ്പോൾ അത് കുറേ കൂടെ സ്വാദിഷ്ടവും മണമുള്ളതായിട്ട് തോന്നും. ഞാൻ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ വറുത്ത തേങ്ങയും ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഒക്കെ ഈ വെന്ത മലക്കറിയും അതിൻ്റെ അരപ്പും ഇട്ട് ഉപ്പും ഇട്ട് തിളപ്പിച്ചെടുക്കും. അപ്പോൾ എനിക്ക് കൂടുതൽ സ്വാദും നല്ല മണമുള്ളതായിട്ട് തോന്നാറുണ്ട്. അല്ലാതെ വെറുതെ മുകളിലായിട്ട് ഇടുന്ന രീതിയല്ല ഞാൻ ചെയ്യുന്നത്. എല്ലാം വറുത്ത ഐറ്റംസും കൂടെ ചേർത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും തേങ്ങയും കറിവേപ്പില ഇട്ട് വറുത്ത് അതെല്ലാം കൂടെ ഗോൾഡൻ കളറിൽ മൂപ്പിച്ചിട്ട് അത് ഞാൻ ഈ വെന്ത എരിശ്ശേരി പയറും കഷ്ണങ്ങളിലോട്ടും അരപ്പ് ഇട്ട് ചേർത്ത് ഉപ്പും ഇട്ട് ഈ വറുത്ത എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് തിളപ്പിച്ച് ഓഫ് ചെയ്യും ഞാൻ. അത് പ്രത്യേക സ്വാദും മണവുമായിട്ടാണ് എനിക്ക് മാത്രമല്ല അത് കഴിക്കുന്നവരെല്ലാം തന്നെ പറയുന്നത്. എൻ്റെ ഫാമിലിയിലൊക്കെ ഓരോ ആവശ്യത്തിന് വേണ്ടി ഞാൻ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുള്ളപ്പോൾ എല്ലാവരും അത് സത്യത്തിൽ സ്വയം പറയുന്നത് ശരിയല്ല. ഞാൻ നന്നായിട്ട് എരിശ്ശേരി ഉണ്ടാക്കുന്നൊരു കോംപ്ലിമെൻറ്റ് തന്നിട്ടുണ്ട് എനിക്ക് പലരും, കൊള്ളാമെന്നും പറഞ്ഞ്. പിന്നെ പുറത്തുനിന്ന് വന്ന് കഴിച്ചവരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കി, കാരണം അവരുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ ടേസ്റ്റ് അല്ല എന്നുള്ള രീതി പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്തുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ ചെയ്താൽ നന്നായിരിക്കും. വറുത്ത് മീതെ ഇടാതെ അത് കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്ത് അതിൻ്റെ സ്വാദ് അതിലോട്ട് ഇറങ്ങും എന്നാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ കൂട്ടെരിശ്ശേരി ഉണ്ടാക്കി പാത്രത്തിലുണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് കാണാം. കുഴമ്പ് പരുവത്തിനാണ് എടുത്തിരിക്കുന്നത് കൂട്ടെരിശ്ശേരി. ഭയങ്കര കട്ടിയുമില്ല, വളരെ ലൂസും ഇല്ലാത്തൊരു പരുവം, കുഴമ്പ് പോലത്തെ പരുവം, വളരെ മണവും രുചിയുള്ള കൂട്ടെരിശ്ശേരി. ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കുന്നതിന് ഒരു വ്യത്യാസം, ഒന്നുകിൽ വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്, പിന്നെ ഈ വറുത്തിട്ട് തിളപ്പിക്കുന്ന അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. വറുത്ത് മീതെ ഇടുന്നതല്ല. വെളുത്തുള്ളി ഉണ്ടാക്കിയാൽ നന്നായിരിക്കും, കുറച്ചുകൂടെ നന്നായിരിക്കും.
വെളിച്ചെണ്ണയാണ് നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും നല്ലത്. ഇത് നല്ല പോഷക സമൃദ്ധവുമാണ്. കാരണം 2 തരം പയർ ചേർന്നു, 3 തരം മലക്കറി ചേരുന്നു. പോഷക സമൃദ്ധവും രുചിയുമാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്ത് വളർത്തിയാൽ കുട്ടികൾ ഹെൽത്തി ആയിരിക്കും. പ്രോട്ടീൻ കണ്ടന്റ് പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന്, പ്രത്യേകിച്ച് അവർ വേറെ ഇറച്ചി മീനൊന്നും കൂട്ടാത്തവർക്ക് ഈ നമ്മുടെ പയറിൽ മൃഗത്തിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് വളരെയധികം നല്ലതായിട്ട് വരും. ഈ ഒരു കറിയും ഒരു പപ്പടോ ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റും. ഇത് മാത്രം ഉണ്ടെങ്കിൽ കഴിക്കാം, സാധാരണ കഞ്ഞിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. വെറുതെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വെറുതെ ഇത് മാത്രം കഴിക്കാം, അതിനെയും കഴിക്കാം. അതുപോലെ ഇലയിൽ വിളമ്പാനാണെങ്കിൽ തട്ടി കൂട്ടി ഉണ്ടാക്കുക. ഇതിപ്പോൾ ഇലയിൽ വിളമ്പ ഓരോരുത്തരിക്കുന്നത് ഒഴിച്ചു പോകില്ല. അപ്പോൾ ഇതാണ് കൂട്ട്, വറുത്ത കൂട്ടരിശ്ശേരി. അപ്പോൾ ഇത് നമ്മൾ കണ്ടു എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.